കൂരിയാട് പനമ്പുഴ റോഡാണ്. ഇതാ ആകെ ഒന്ന് ബ്ലോക്ക് അയക്കുന്നത്. ഇത് കണ്ടില്ല, ഒരു കണ്ടെയ്നർ പോയിക്കാണ്ട് ഇതാണ്. എന്താണ് ചെയ്യുക, ഈ നാട്ടുകാരിഞ്ഞ് ഇടങ്ങാറാകാൻ ബാക്കില്ല. രാത്രിയാണ് പോയത്. കൂരിയാട് അപകടം നടന്നു. മാധ്യമങ്ങൾ ജാഗ പുക ബഹളം, പത്രക്കാരും മാധ്യമങ്ങളും അവർക്ക് അവരെ വാർത്താ ചാനലിലൊക്കെ റീച്ചായി. ഞാൻ അന്നേ പറഞ്ഞിന് അന്നുണ്ടാകും ആൾക്കാരെ, പിന്നെ ഒരു കുട്ടികളുണ്ടാവില്ല. കുട്ടികൾ ആരും ഉണ്ടാവില്ല ഈ വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ. രാത്രി പോലീസ് കാവലില്ലാത്തതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അവിടെ കൃത്യമായ ബോർഡ് തുടക്കത്തിൽ കൃത്യമായ ബോർഡ് വെക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കണ്ടെയ്നർ ലോറി ഇവിടെ വന്നു. കണ്ടെയ്നർ ലോറി ഇവിടെ വന്നത് ഇപ്പോൾ സംഭവിച്ച കാര്യം കണ്ടോളിതാ. പോസ്റ്റ് ലോറിമൊക്കെ ഇത് പെട്ടെന്ന് രക്ഷപ്പെടില്ല. കാരണം ഒരുപാട് പോസ്റ്റുകൾ ഇതിൻ്റെമായി ബന്ധപ്പെട്ട് ആകെ അൽക്കുലത്തയക്കണ്. KSEBിൻ്റെ ആളുകൾ വരുന്നുണ്ട്. തിരുരങ്ങാടിയിൽ ഈ കാരണം കൊണ്ട് ആകെ ബ്ലോക്കായി, ചമ്മാട് ബ്ലോക്കായി. ഈ നാട്ടുകാരെ, ഈ നാടുമായി 5-8 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകളെ ഒരു കഷ്ടകാലം. ലോങ് യാത്രക്കാർക്കും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിർബന്ധമായിട്ടും രാത്രി പോലീസ് വേണം. കാരണം ഒരുപാട് ലോങ്ങിൽ നിന്ന് ഇന്ത്യ ഒട്ടുക്കുള്ള ട്രക്ക് ഡ്രൈവർമാർ ഇതിൽ കൂടി എല്ലാവർക്കും ഇതിൻ്റെ ഈ അപകടം നടന്നത് പോലും അറിയാത്ത ആൾക്കാരുണ്ടാകും. അവർ രാത്രി നട്ടപാതിരാക്ക് വഴി ചോദിച്ചാണ്ട് വരാനുള്ള മാർഗ്ഗം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വഴി തെറ്റി ഇവിടെ എത്തിയത്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇത് ഇവിടെ ഈ റോട്ടിൽ വരൂലായിരുന്നു. തിരുരങ്ങാടി കൂടി പോയാൽ ഇങ്ങനത്തെ ഒരു അപകടത്തിൽ പെടാനുള്ള ഒരു ചാൻസും ഇല്ല. ഇത് കണ്ടില്ല, ഉണ്ടോ? ഈ സാധുവിന് നമുക്ക് കുറ്റം പറയാൻ ഒരു നിർവാഹമില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇവർക്കറിയില്ല. അതന്നെ അതിൻ്റെ കാരണം. അവർ എത്രയും പെട്ടെന്ന് അവരുടെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തിയതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഈ റോഡാണ്, ഒന്നും അറിയില്ലല്ലോ. രാത്രിയാണ്, നട്ടപ്പാതിരാക്കാണ്. ആളുകളോട് വായി ചോദിച്ച് വരാനുള്ള ഒരു മാർഗം ഉണ്ടായിട്ടുണ്ടാവില്ല. പറഞ്ഞില്ല, അപകടമൊന്നും പറ്റിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകെ അത് അവിടെയൊക്കെ പണിയെടുക്കണ്ടേ, കൊത്തി കളിച്ചാണ്ടും ഇവിടെയൊക്കെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വന്ന് തൽക്കാലം നന്നാക്കി. അതൊരു ഉപായം കൊണ്ട് ഓട്ടടക്കൽ മാത്രമാണ്. നമുക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇതൊരു ഉപായം കൊണ്ട് ഓട്ടടക്കലുകൊണ്ട് കാര്യങ്ങൾ ഇവരെ തള്ളി നീക്കുന്നൊരു സംശയം അന്നേ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല നമ്മൾ, ഇത് അവിടെയൊക്കെ ആകെ ഇതായിക്കണ്. അവിടെ KSEBിൻ്റെ ലൈൻമാന്മാരും ഇവരൊക്കെ ഇതായി. ഇത് കണ്ടോളിട്ട് ഇവിടുത്തെ ഒരു ഓവുചാലിൻ്റെ അവസ്ഥ. അപ്പോൾ ഓവുചാൽ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയതയും കൂടി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഓവുചാലിൻ്റെ അവസ്ഥ. ഇത് കണ്ടില്ലേ, നല്ല ഭാരമുള്ള 4 വണ്ടിയാണ് പോയപ്പോൾ ഇതൊക്കെ എടുക്കണേ പിണ്ടിയും വെള്ളവും. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതിന് മുഴുവൻ നഷ്ടപരിഹാരം NHAI അധികൃതർ ഈ നാട്ടുകാർക്ക് ഇന്ന് A ക്ലാസ് റോഡാക്കി ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉയർത്തി കൊണ്ടുപോകണം. എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇനി മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഇങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടായാലും ഉപയോഗിക്കേണ്ട റോഡ് ഇത് തന്നെ എന്നുള്ള ബോധം ഉണ്ടാകണം.